നമസ്കാരം. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഉള്ളവരാണ് നമ്മൾ. വളരെ ലക്ഷ്യബോധത്തോടു കൂടി മുന്നേറുമ്പോഴും പലതരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മളെ തളർത്തുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒന്ന് പച്ച പിടിച്ച് വരുമ്പോഴായിരിക്കും ഓരോരോ പ്രശ്നങ്ങൾ ഓരോ സൈഡിൽ നിന്ന് വരികയും വളരെ വലിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവുകയും മാനസികമായിട്ട് വരെ തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. എങ്ങനെങ്കിലും ഒന്ന് ജീവിതം പച്ച പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. എന്നാൽ ചിലപ്പോഴൊക്കെ മാന്ത്രിക അല്ലെങ്കിൽ അഭിചാര കർമ്മങ്ങളുടെ ഫലമായിട്ടോ അല്ലെങ്കിൽ ശാപ താപ ദുരിതങ്ങളുടെ ഫലമായിട്ടോ ശത്രുദോഷങ്ങളുടെയൊക്കെ ഫലമായിട്ടോ ഒക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ പ്രസ്ഥാനങ്ങളിൽ നേരിടുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ ഈ ഒരു അവസ്ഥയ്ക്ക് ശാശ്വതമായി ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരം എന്തെന്നാൽ ഇഷ്ടദേവത ഉപാസനയാണ്. ഉപാസന എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ആത്മാവിൽ കുടികൊള്ളുന്ന ചൈതന്യത്തോടൊപ്പം നമ്മുടെ ഉപാസനാമൂർത്തിയുടെ ദേവതാ ചൈതന്യം കൂടി ലയിക്കുകയും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു ദേവതാ സാന്നിധ്യം നമുക്ക് കൂട്ടായി ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ ഉയർച്ച ഉണ്ടാവുകയും നെഗറ്റീവ് എനർജികൾ അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്താഗതികൾ ഉള്ളവർ പോലും നമ്മളിലേക്ക് എത്താതിരിക്കുന്ന രീതിയിലേക്ക് നമുക്കൊരു രക്ഷാകവചമായിട്ട് ആ ചൈതന്യം നിലനിൽക്കുകയും ചെയ്യും. ജാതി മത വർഗഭേദമന്യേ എല്ലാവർക്കും ഉപാസന സ്വീകരിക്കാം. അതുപോലെ നമ്മുടെ ജീവിത ചര്യയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഉപാസന കൃത്യമായിട്ടും നടത്തുവാൻ സാധിക്കും. ഇവിടെ എല്ലാ വർഷവും മഠത്തില് ഉത്തരായന മാസത്തില് ഇഷ്ടദേവതാ മന്ത്രോപാസന കൊടുക്കാറുണ്ട്. അപ്പൊ ഇഷ്ടദേവതാ മന്ത്രോപാസന ഇവിടെ കൊടുക്കുന്നത് ആദ്യം നമ്മളൊരു 21 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ധ്യാന പ്രക്രിയ അവലംബിക്കുകയും സ്ത്രീകൾക്ക് 12 ദിവസവും പുരുഷന്മാർക്ക് 21 ദിവസവുമാണ് അത് ചെയ്യിക്കുന്നത്. കൃത്യമായിട്ട് ആ ഒരു ധ്യാന പ്രക്രിയയിലൂടെ നിങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതയെ ഉപാസിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ദേവതാ സാന്നിധ്യം കൃത്യമായി അനുഭവിച്ചറിയാൻ സാധിക്കുകയും അങ്ങനെ അനുഭവിച്ചറിയുന്ന ദേവതാ സാന്നിധ്യത്തെ പിന്നീട് മന്ത്രദീക്ഷയിലൂടെ നിങ്ങൾക്ക് ഉപാസിക്കുവാനും അപ്രകാരം ഉപാസിക്കുമ്പോൾ ജീവിതത്തിൽ വളരെ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാനും സാധിക്കും. ഇനി വരുന്ന ജനുവരി മാസം 26-ാം തീയതി ഉപാസനയ്ക്ക് മുന്നോടിയായിട്ടുള്ള ധ്യാനം നടക്കുന്നുണ്ട്. ആ ധ്യാനത്തിൽ 21 ദിവസത്തെ ഒരു ധ്യാന പ്രക്രിയ പരിശീലിപ്പിക്കുകയും അത് കൃത്യമായിട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഉപാസനാമൂർത്തിയുടെ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുകയും പിന്നീട് മന്ത്രദീക്ഷയിലൂടെ ആ ദേവതയെ ഉപാസിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അത്തരത്തില് ദേവതാ ഉപാസനയിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാനായിട്ട് സാധിക്കും.